ആകുലതകളുടെ ഒരു ലോകത്താണ് നമ്മൾ എല്ലാവരും ഇന്ന് ജീവിക്കുന്നത്, അല്ലെ? എല്ലാവർക്കും ഒന്നല്ലെങ്കിൽ മറ്റൊന്ന് എന്നുള്ള രീതിയിലുള്ള പ്രശ്നങ്ങളുണ്ട്. ചിലതിലൊന്നും നമ്മുടെ അടുത്ത് പരിഹാരങ്ങളില്ല. പരിഹാരങ്ങളുള്ള പ്രശ്നങ്ങളാണെങ്കിൽ പോലും വീണ്ടും വീണ്ടും അത് പ്രോബ്ലമാറ്റിക് ആയിട്ട് മാറുന്നു. അങ്ങനെ അതിലൂടെ ഉണ്ടാവുന്ന ഡിപ്രഷൻ, ആൻസൈറ്റി, അതുപോലെയുള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ സഫർ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ എനിക്ക് ഉണ്ട് എന്ന് തുറന്നു പറയാൻ പലർക്കും മടിയാണ്. അല്ലെങ്കിൽ മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും, ബാക്കിയുള്ളവർ എന്നെ കുറിച്ച് എന്താണ് കരുതുന്നത്, അല്ലെങ്കിൽ ബാക്കിയുള്ളവർക്ക് എന്നെ കുറിച്ചുള്ള എൻ്റെ തോട്ട്സും കാര്യങ്ങളിലും ഒക്കെ ഒരു ചേഞ്ച് വരികയല്ലേ, ബാക്കിയുള്ളവർ എന്നെ ഓർത്ത് എനിക്കൊരു രോഗമുള്ള രീതിയിൽ കണക്കാക്കില്ലേ എന്നൊക്കെ ഉള്ള രീതിയിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ അഭിമുഖീകരിക്കുന്നവരാണ് നമ്മളെല്ലാവരും. അതിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഡിസ്കസ് ചെയ്യുകയും അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ അഫക്റ്റഡ് ആവുകയും ചെയ്യുന്ന സീരിയസ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ പലർക്കും വളരെ പുച്ഛഭാവം ഞാൻ കണ്ടിട്ടുണ്ട്. അതായത് പിന്നെ മേലനങ്ങി പണിയെടുക്കാൻ പറ്റാത്തവരുടെ രോഗമാണ്, അല്ലെങ്കിൽ ഡിപ്രഷൻ എന്ന് പറയുന്നവർ പണിയെടുക്കാൻ മടിയുള്ളവരാണ്, അല്ലെങ്കിൽ അവർക്ക് അവരുടെ ലൈഫിലെ പ്രോബ്ലംസിനെ ചലഞ്ച് ചെയ്യാനോ ഫേസ് ചെയ്യാനോ മടിയുള്ളവരാണ് പൊതുവെ ഡിപ്രഷൻ ഉണ്ട് എന്ന് പറയപ്പെടുന്നത് എന്നൊക്കെയുള്ള തോട്ട്സുകൾ ആൾക്കാർക്കുണ്ട്. ഈ ഫാക്ടീസ് ഈവൻ ഇങ്ങനെ പറയുന്നവർക്ക് പോലും ചില സമയത്ത് ഈ പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ട്, പക്ഷെ അത് റിയലൈസ് ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു പരിധിവരെ ആൾക്കാർ ചിന്തിക്കുന്നത് പോലെ ഈ പറയുന്ന രീതിയിൽ, അതായത് നമ്മളെല്ലാം വിചാരിക്കുന്ന രീതിയിൽ പണിയെടുക്കാൻ മടിയുള്ളവർക്കോ, അല്ലെങ്കിൽ ഈ പറയുന്ന തന്റെ ജോലികൾ പ്രോപ്പറായിട്ട് ചെയ്യാൻ പറ്റാത്തവർക്കോ, അല്ലെങ്കിൽ സ്കൂളിൽ പോകാൻ മടിയുള്ള കുട്ടികൾക്ക് അങ്ങനെ വരുന്ന ഒരു രോഗമല്ല ഡിപ്രഷൻ. ഡിപ്രഷന് അതിൻ്റെതായ കാരണങ്ങളുണ്ട്, അതിൻ്റെതായ റീസണുകളുണ്ട്. ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡിപ്രഷനെ കുറിച്ച് സംസാരിക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ ലോങ് വീഡിയോസ് ആയിട്ടായിരിക്കും ഡിപ്രഷനെ കുറിച്ച് ഇടുന്നത്. അതുകൊണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നമ്മുടെ ചാനലിലെ മറ്റ് വീഡിയോസ് കൂടി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഈ പറയുന്ന മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, റിലേഷൻഷിപ്പ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ഓൺവേഴ്സ് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ പ്രോബ്ലംസ് ആണ് ഡിപ്രഷനിലുള്ളത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഡിപ്രഷൻ വരുന്നത്, എങ്ങനെയൊക്കെ ഇത് പരിഹരിക്കാം, ആരെയാണ് കാണേണ്ടത് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ ഈ ഒരു സീരീസിൽ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആണ് എങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇനി വരുന്ന വീഡിയോസ് മുഴുവനായിട്ടും കാണാൻ വേണ്ടി ശ്രമിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.